പിറന്ന മണ്ണിൽ തന്നെ മരണശേഷം ദഹിപ്പിക്കണമെന്ന വൈക്കം സ്വദേശിയുടെ അന്ത്യാഭിലാഷം പ്രതിസന്ധികൾക്കിടയിലും നാട്ടുകാർ നടത്തി നൽകി. മുട്ടറ്റം വെള്ളം കയറി നിൽക്കുന്ന വീട്ടിലാണ് വടയാർ സ്വദേശി കനകാംബരന്റെ സംസ്കാര കർമ്മങ്ങൾ നടന്നത്. നാട്ടുകാരുടെ കൂട്ടായ്മയിൽ ഒരു മാനുഷിക മാതൃക കൂടിയാണ് വൈക്കത്ത് കണ്ടത്. കനത്ത മഴയെ തുടർന്ന് വൈക്കം വടയാറിൽ കനകാംബരന്റേതുൾപ്പെടെ 200ഓളം വീടുകൾ വെള്ളത്തിലാണ്. വീട്ടിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കനകാംബരനും കുടുംബവും കോട്ടമ്മൽ ഭാഗത്ത് വാടക വീട്ടിലേക്ക് മാറിയിരുന്നു. ഇതിനിടെ അസുഖങ്ങളെ തുടർന്ന് കനകാംബരൻ ചികിത്സയിലാവുകയും ഇന്നലെ പുലർച്ചെ മരിക്കുകയും ചെയ്തു. തന്റെ മൃതദേഹം സ്വന്തം വീട്ടിൽ ദഹിപ്പിക്കണമെന്നായിരുന്നു കനകാംബരന്റെ അന്ത്യാഭിലാഷം. വൈക്കത്തെ ശ്മശാനത്തിൽ സംസ്കാരം നടത്താൻ തീരുമാനിച്ചതിനിടെയാണ് കുടുംബം കനകാംബരന്റെ ആഗ്രഹം പ്രദേശവാസികളെ അറിയിച്ചത്. മുട്ടറ്റം വെള്ളം പൊങ്ങി നിൽക്കുന്ന വടയാറിലെ വീട്ടിൽ എങ്ങനെ സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്ന് പ്രദേശവാസികൾ ചിന്തിച്ചു. ഒടുവിൽ എല്ലാവരും ചേർന്ന് സമീപ വീടുകളിൽ നിന്ന് കട്ടകൾ ശേഖരിച്ച് താൽക്കാലികമായി തറകെട്ടി ഉയർത്തി ഇതിനു മുകളിൽ സംസ്കാര കർമ്മങ്ങൾ നടത്തി. പ്രദേശത്ത് തന്നെ ജീവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഒരാളെന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു അന്ത്യാഭിലാഷം തന്നെയായിരുന്നു ഇവിടെ സംസ്കാരം നടത്തണമെന്നത്. അത് ബന്ധുക്കളും കൂടി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രദേശത്തെ എല്ലാവരും ചേർന്ന് മുഴുവൻ ആളുകൾ, അതിന് പ്രത്യേകിച്ച് രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാവരും ചേർന്നിട്ടാണ് ഈ ഒരു കർത്തവ്യം നിർവഹിക്കുന്നത്, ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. ഭാര്യ വീട്ടിൽ പൊതുദർശന ചടങ്ങുകൾക്ക് ശേഷമാണ് മൃതദേഹം വടയാറിലെ വീട്ടിലെത്തിച്ച് സംസ്കരിച്ചത്. വെള്ളപ്പൊക്കവും പ്രളയവുമൊക്കെ ദുരിതം വിതച്ചാലും കൂട്ടായ്മയിലൂടെ എന്തിനും പരിഹാരമുണ്ടെന്ന മാനുഷികമായ മാതൃകയാണ് ഈ നാട്ടുകാർ കാണിച്ചു തന്നത്. ന്യൂസ് മലയാളം, കോട്ടയം.